ഹന്നായുടെ പ്രാർത്ഥനയും അവൾക്ക് ലഭിച്ച ഉത്തരവും ശമൂവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 1-2 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പ്രാർത്ഥന ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നുവെന്ന സങ്കീർത്തനം 34-18 വചനത്തെ അന്വർത്ഥമാക്കിയ സംഭവമാണ്. ഹന്ന ദൈവാലയത്തിൽ ചെന്ന് മനോവ്യസനത്തോട് ലഹരി പിടിച്ചവളെ പോലെ ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിച്ചു. അവളുടെ ആദരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. യഹോവയോട് പ്രാർത്ഥിച്ച് അവൾ വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും എന്ന് പറഞ്ഞു. പുരോഹിതനായ ഏലി അവളോട്, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്നവൾ മറുപടി പറഞ്ഞു. സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. പ്രിയ വിശ്വാസികളെ, ഹന്നയുടെ മനസ്സിൻ്റെ വേദന, ഹന്ന പ്രാർത്ഥിച്ച സ്ഥലം, പ്രാർത്ഥനാ രീതി, അവളുടെ നേർച്ച, പുരോഹിതൻ്റെ ആശീർവാദം, ആദ്യ ഉദരഫലത്തെ യഹോവയ്ക്കായി അർപ്പിക്കുവാനുള്ള മനസ്സ്, യഹോവയിലുള്ള അവളുടെ വിശ്വാസവും പ്രത്യാശയും നമുക്ക് വഴികാട്ടിയാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.